ഹായ് ഗായ്സ്, ഇന്ന് ഡേ 5 നമ്മളൊരു ട്രക്കിങ്ങിന് പോവാണിപ്പോൾ. എന്റെ ചെങ്ങനെ പകുതി ശാതം പോയി അങ്ങോട്ട്. ഇത് താഴെ കതിക്കല്ലാതെ ലോകർ ഇവൻ ആദ്യത്തെ ഓഫ് റോഡ് ചെയ്യുന്നോണ്ട് എനക്ക് വല്ലാണ്ട് പേടിയുണ്ട്. ഇവനാണെങ്കിൽ ഒരു പേടിയുമില്ല. ഞാനാക്കും ആനത്താരാന്ന് പറയും. ആന ശരിക്കും ഇങ്ങനെ ഇറങ്ങി വരുന്ന വയ്യാണ്, ഇങ്ങനെ നിരങ്ങി വരും. അങ്ങനെയാണ് വിമൽ സാറ് പറയണത് ഗൈസ്. വിമൽ സാറ് എന്നെയും കൊണ്ട് വിൽക്കാതില്ല പരിപാടിയാതൊക്കെ അറിയില്ല. എന്നിട്ട് പ്രാണം പറഞ്ഞു നമുക്ക് ഒറ്റ മൈൻഡില് കുന്നു കയറാൻ പോവാന്ന്. പേടിത്തോണ്ടെന്ന് വെച്ചാ ഇത്രയും വലിയ പേടിത്തോണ്ടൻ ഇന്ത്യയില് പറയില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ സ്ഥലം. പീസ്ഫുൾ. നല്ലൊരു കണ്ടന്റ് ആയിരുന്നു പോയി. വിമൽ സാറിന്റെ ലാക്ക് ഓഫ് നോളജ് ഇൻ ടെക്നോളജി കാരണം നമുക്കൊരു നല്ല വീഡിയോ മിസ്സായി ഗൈസ്. ഗൈസ് കണ്ടോ, കാട്ടിലെ ചക്ക എന്ന് പറയുന്നതാണ്. നാട്ടിലെ ചക്കി തമ്മിൽ ഇതൊരു വ്യത്യാസമുണ്ട്. ഈ ചക്ക ഇങ്ങനെ ഇത് നാടന്നെ ഞങ്ങൾ താഴത്തെ അവരെല്ലാം വീടുണ്ട്. അതൊക്കെ ഇതെല്ലാം കൃഷി. അതാ കുരുമുളക് എല്ലാം ഉണ്ട് ഇടാ. ഇവിടെ ചക്ക ഇങ്ങനെ ഫുൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് ഇവിടെ വേറെ ജീവികളൊന്നും ഇല്ല. ആനയുണ്ടെങ്കിൽ ചക്ക വന്ന് തിന്നും. അതെ, ആന വന്നല്ല ആന ചെയ്തോളൂ. നമ്മളൊന്നും ആന വന്നല്ല അവസ്ഥ ആലോചിക്കും. നീ ആനാന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ചുരുട്ടിരുന്നിട്ടുണ്ടാവും. എന്നിട്ട് തൊടുവാ ഞാനുണ്ടാകുമ്പോ ഒരു ആനയും നിങ്ങൾ തൊടൂലോ. ഓനെ സിംഗിളായി വരുന്നാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റായിരുന്നു. ബുദ്ധിമുട്ട്. അതെ, അതാ നീ കൂട്ടിക്കൊണ്ടെന്നിട്ട് നീ അവസാനം ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. എന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പാഷൻ പ്ലസ്. ആൻഡ് വിമൽ സാർ ഈസ് ലൈക്ക് റണ്ണിങ് ലോ. ഇപ്പോൾ ബാറ്ററി ഡെഡ് ആവും. ഞാൻ പണ്ടത്തെ ആർമിക്കാരനൊക്കെ ആയതുകൊണ്ട് എനിക്ക് സീനില്ല കഴിച്ചു. ഓൻ വീക്കാ. നമ്മൾ ലോക്കൽ ആൾക്കാർ ഇതാ ചെരുപ്പെല്ലാം ഇട്ടിട്ട് വരും. കാലൊക്കെ അടിച്ചു പോകും ഗൈസ്, മുട്ടൊക്കെ പോകും. പക്ഷെ പറഞ്ഞാൽ കേൾക്കൂല. അയ്യോ, സ്വല്പ നേരം റെസ്റ്റിംഗ് ആണ് ഗൈസ്. എത്ര മനോഹരമാണ് ഈ ലോകം. ബാംഗ്ലൂരിൻ്റെ നഗരജീവിതത്തിൽ നിന്നും നാട്ടിലേക്ക് വിശ്രമിക്കാൻ വന്ന ഉണ്ണിക്കുട്ടൻ. വിമൽ ദേവൻ്റെ ഒറ്റ മൈൻഡ് പ്ലാനിങ് കാരണം നമ്മൾ ഇപ്പോൾ ഏതോ കുന്നിൻ്റെ മേലെ ചില്ലിങ് ആണ് ഗൈസ്. നല്ല ഇറക്കാൻ തുടങ്ങി, ചൂടെടുക്കുന്നുണ്ട്. വിമൽ ദേവൻ ഈസ് ലൈക്ക് ഹാഫ്. ഓ എന്ത് രസം നോക്ക്. കാണാല്ലേ? മറ്റേ കുറച്ച് പേർക്കുമ്പോ മുഖത്തെ ചളിയെല്ലാം പോയി. കുളിക്കാത്തോണ്ട് കുറെ നാളായി കെട്ടിക്കിടക്കണം. സോ നമുക്ക് ഇനിയും കുറച്ച് കയറാനുണ്ട്. സോ ഗൈസ്, ഇതാണ് കുരിശ്. ആൻഡ് ദിസ് ഈസ് വെയർ ദേ ലൈറ്റ് ദ കാൻഡിൽസ്. ഗൈസ്, ഗൈഡിനെ വേണ്ടവർ എന്നെ സമീപിക്കുക. അതെ, ഏത് സമയത്തും പൈസ റോപ്പ് വേ ആക്കേണ്ട ബിസിനസ് ആലോചിച്ചാലോ. ഫുൾ താലേക്ക് കോടിക്കണക്കിന് രൂപ. ടെക്നിക്കലി ഒരു നല്ല തീരുമാനമാണ്. എത്ര പൈസയാവും? ഒരു 3 കോടി. എന്നാ വേണ്ടവാ. അതെ, കൊറേ കുരിശുകളുണ്ട്. ഇത് ലാസ്റ്റത്തെ ആയാ
സോ ടെക്നിക്കലി ദർ ഈസ് ലൈക്ക് 12 എണ്ണം. ഓർമ്മയിൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ 11ാമത്തെ എത്തി. സോ 1 more to go. So guys, we are almost here. Vimal sir is here. Peak life guys. Wow. Oh, ഇവിടുന്ന് അങ്ങോട്ട് പോകാണ്ട്. So here. Yeah. Peak beauty guys. സോ ഇതൊരു പള്ളിയല്ലേ? ഒരു ഇത് പള്ളി പോലെ. ദാറ്റ്സ് ഇവിടെ എന്തോ ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടാ പോണ്ടേ? മുകളിലേക്ക്. ഗ്രേറ്റ്. ഇതാണ് നമ്മൾ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നു. The beauty of we have to trekking places. Discover. പ്ലാസ്റ്റിക് ഒക്കെ അങ്ങനെ ഉണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടുകാരെ ഏറ്റവും വലിയ ഗുണം. എത്ര നല്ല സ്ഥലം കണ്ടാലും അവരവിടെ കുറച്ച് കുപ്പിയൊക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ ആക്കും. പീക്ക് ഫ്രെയിമാണ് ഗൈസ് ഇതൊക്കെ. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ മേലെ എത്തി. ആൻഡ് ദാറ്റ്സ് ദ വ്യൂ. വെയിറ്റ്, ഐ വിൽ ഷോ യു. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ ഗൈസ്, ഒരു സെക്കൻഡ്. ഏതാ ഫ്രെയിം? സിനിമ തന്നെ. മറ്റേ ബ്രസീലിലെ സ്റ്റാച്ചു പോലെ ഉണ്ട്. ലൈക്ക് ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഗൈസ്. ജസ്റ്റ് ഇമാജിൻ. ഒച്ചകല ആൾക്കാർ ഇത് കണ്ട് എൻജോയ് ചെയ്യട്ടെ. ഇത് എപ്പോഴാണ് പറ നിരോധിക്കും. എന്തേ നമ്മൾ ചാടി ചത്തിട്ടാ? ഐ ഡോണ്ട് മൈൻഡ് ഗൈസ്. റെഡി ആണെങ്കിൽ നമുക്ക് ചാടാം. വൺ ബ്യൂട്ടിഫുൾ വേ ടു ഡൈ ഗൈസ്. കല്യാണം കഴിക്കാണ്ട് ഞാൻ ചാവൂല. എൻ്റെ അമ്മ എന്ത് രസമല്ലേ. നഷ്ടമല്ലേ എനിക്ക് വന്നിട്ട്. സോ ഗൈസ് ഞാനൊരു 5 മിനിറ്റ് ഇരുന്ന് ഈ ടൈമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് അത്ലറ്റിക് അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കയറി വന്നു. ക്യാമറമാൻ നെവർ ഡേയ്സ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാം. ക്രിപ്പൊക്കെ അടിച്ചേനെ. പാമ്പൊന്നുമില്ല. അതിൻ്റെ ഇടക്ക് അത് അരണയായിരിക്കും. വലിയ സാധനം. എൻ്റെ മോനെ കൊക്ക. ദാറ്റ്സ് വാട്ട്. അടിപൊളി സെറ്റപ്പ് ഗൈസ്. പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല. ഇതെല്ലാം നമ്മളെ മോശമാണ് പ്രകൃതിക്ക് അല്ലേ? അതെ. തോന്നി പക്ഷികളെ കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടം പോലെ പക്ഷികൾ ഇതിലെ കൂടെ പാറി നടക്കുന്നുണ്ട്. ആൻഡ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ പക്ഷികളല്ല, ഇന്റർനാഷണൽ ആണെന്നാണ് ചങ്ക് പറയണത്. ഞാൻ ഇതിന് മുമ്പ് എടുത്ത കുറേ വീഡിയോസൊക്കെ കുറച്ച് ഷെയ്ക്കി ആയിപ്പോയി. അതൊക്കെ ഒരു സെറ്റിങ്സ് ഓഫായി പോയതുകൊണ്ടാണ്. അത് വിമൽ സാർ ഓഫാക്കി. അങ്ങനെയാണ് വീഡിയോ രസം എന്നൊക്കെ പാട്ട് എന്ത് ചെയ്യാൻ. സോ ഇനിയിപ്പം വരുന്ന വീഡിയോ ഒക്കെ കുറച്ചും കൂടി ഷെയ്ക്ക് ഇല്ലാത്ത വീഡിയോ ആയിരിക്കും. ഞാൻ ഈ യൂട്യൂബ് ചാനൽ മെയിനായിട്ട് ഉണ്ടാക്കിയത് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനാണ് ഗൈസ്, ടു ജസ്റ്റ് മേക്ക് മെമ്മറീസ്. സോ ഈ വീഡിയോ കുറച്ച് ബോറിംഗ് ആയിപ്പോയെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ പറയില്ല. അതെ ഗൈസ്, ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു ക്ഷമിക്കണം. നിങ്ങൾ നല്ല നല്ല വീഡിയോ വേറെ ഞാൻ ഇടാൻ നോക്കും. പക്ഷെ നല്ല നല്ല വീഡിയോ എന്നെ കൊണ്ട് ആക്കാൻ പറ്റില്ല ഗൈസ്. എനിക്ക് അത്ര കഴിവില്ല. എൻ്റെ മനസ്സിൽ ഇത് ഫ്രെയിം നോക്കിയാൽ സിനിമ പറയാൻ പറ്റില്ല. ഗ്ലാമറിലെ പയ്യന്മാരൊക്കെ ഇപ്പം കുറവാന്നാ പറയുന്നേട്ടെ. ഞാൻ നിങ്ങളെ കാര്യമാണ് പറഞ്ഞേ. കണ്ട അതിനൊന്നും തിരിച്ചു വരായില്ല. സോ ഗൈസ് നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. ഇതാ ഞാൻ പറഞ്ഞ പക്ഷി കണ്ട. നമുക്ക് പോകുന്ന വഴിക്ക് ചായ കുടിച്ച് പോവാം. എന്ന് ചായ കുടിച്ച് പോണതാ, ചായ കുടിച്ച് പോണതാ. അതല്ലേ ബ്രോക്കോഡ്. അയ്യോ. സോ ഹിയർ വി ഗോ. ബൈ ബൈ കുരിശ് ആൻഡ് ബൈ ബൈ ജീസസ്. നമ്മൾ എവിടെ നിന്ന് ഇറങ്ങിയ? എവിടെയാണ് ബ്രോ? ഒന്നും അറിയില്ല, വയ്യും അറിയില്ല. ലുക്ക്, ഇനി നമുക്ക് ഈ കാണുന്ന കുരിശില്ലേ അങ്ങനത്തെ 12 എണ്ണം. 13. ഹി ലൈറ്റ് ഗൈസ്, കള്ളം പറഞ്ഞു. 12 എന്ന് പറഞ്ഞിട്ട് 13 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനത്തെ 13 എണ്ണം ടെക്നിക്കലി നമ്മളിപ്പോൾ ഇവിടെ എത്തുമല്ലോ. ഇനി 12 എണ്ണം ഇത് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യണം. സോ നമ്മൾ സേഫാണ്, സേഫാണ്,
ഞാൻ അങ്ങനെയൊന്നും വീഴുന്ന നമ്മൾ അങ്ങനെ ഈ സുന്ദരമായ സ്ഥലത്തുനിന്ന് നമ്മൾ പോവാണ് ഗൈസ്. ഓ ഗൈസ്, പിന്നെ ഉണ്ടല്ലോ വിമൽ സാറ് ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കൃതം മാഷാണ്, ഐ മീൻ ടീച്ചർ. സോ ഇന്നലെ നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോയില്ലേ, അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് ഫുള്ള് ഞാൻ നോക്കുമ്പോഴേക്ക് ആൾക്കാർ കൂടിയിട്ട്, അപ്പോഴത്തേക്ക് സ്റ്റുഡൻസ് അയ്യോ സാറേ എന്നൊക്കെ പറഞ്ഞ് കാലിന് വീണ് തോവാണ്. ഇത്രയും നല്ല സാറിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടാന്നൊക്കെയാണ് പിള്ളേർ പറയണത്. ഇമാജിൻ ഗൈസ്, ഇത്രയും നല്ല സുന്ദരനും സുമുഖനും പാവമായ ഒരു കസിൻ ബ്രദറിനെ എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല ഗൈസ്. ഞാൻ സന്തോഷിക്കുന്നില്ല അതാ പറഞ്ഞത്. വിമൽ സാറിനൊന്നും തിരിയണില്ല ഗൈസ്. ഇതാ പറഞ്ഞു നമ്മൾ ഏകദേശം താഴത്തെത്തുകയും ചെയ്തു. വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ, ബട്ട് പക്ഷെ ഇതിലെന്താന്ന് വെച്ചാൽ അതാ 1 ഡൗൺ. ഇനിയിപ്പോൾ താഴത്ത് പറക്കിയിട്ട് കൊണ്ടുപോയി ഫസ്റ്റത്തെ കുരിശ്. വി ആർ സേയിങ് ഗുഡ് ബൈ ടു ഇറ്റ്. ടാറ്റാ. സെക്കൻഡാ? ഓ സോറി ഗൈസ്. ഈ സമയത്ത് വെയിലടിക്കുമ്പോൾ എന്ത് രസം നോക്കിയേ. ആഹാ, ഐ മീൻ കമോൺ ബ്രോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുരിശ്. ഐ ഡോണ്ട് നോ, ഇതിന് കുരിശെന്ന് പറയുന്നത് മോശമൊന്നുമില്ലല്ലോ, ഒഫെൻസീവ് അല്ലല്ലോ. യാ, സോ ദിസ് ഈസ് ഇറ്റ്. കണ്ടോ ഗൈസ്, മേലെ നിന്ന് വെളിച്ചമൊക്കെ വരണേ, ദിവ്യ വെളിച്ചം. സോ ടാറ്റ ഗൈസ്. ഞാനിതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചിട്ടും. അങ്ങനെ വിമൽ സാറ് വേണ്ടി വന്ന് നമുക്കൊക്കെ ഒന്ന് ഇവിടെ വരെ വരാൻ ആലോചിച്ചോക്ക്. അയ്യോ, 2 ദിവസം കൂടി അല്ലേ സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പട്ടിപ്പണി എടുക്കാൻ ബാംഗ്ലൂരേക്ക് പോകണം. ഞാൻ ബാംഗ്ലൂരൊക്കെ മതിയാക്കി തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. വിമൽദേവ് എൻ്റെ എന്താ പറയുക ചിലവൊക്കെ നോക്കിക്കോളാന്ന് പാട്ടുണ്ട്. ഇതിലെ ചാർജ് ഏകദേശം തീരാനായി. സോ ബാക്കി കുറച്ച് പോണ വീഡിയോ കൂടി എടുക്കണമെങ്കിൽ കുറച്ച് ചാർജ് ബാക്കി വെക്കണം. സി യു ഇൻ സം ടൈം. ലൈൻ കട്ട്